നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തിലെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ചാലകശക്തിയായിട്ട് മാറുന്നത് അറിവാണ്, ഇൻഫർമേഷനാണ്. അപ്പം അറിവ് ആണ് മനുഷ്യനെ കരുത്ത് നൽകുന്നതും സാമൂഹ്യ പരിവർത്തനത്തിന് സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴി തെളിക്കുന്നത്. ഈ ശബരിമല മോഷണം, സ്വർണ്ണമോഷണം എന്ന് പറഞ്ഞാൽ പോരാ, ശബരിമല സ്വർണ്ണക്കൊള്ള, അത് നമുക്ക് എന്തെല്ലാം അറിവുകളാണ് തന്നത്? അതെന്താ നമ്മൾ സമൂഹം അത് ആലോചിക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. ആ മോഷ്ടാക്കൾ, അവർ ശരിക്കും പറഞ്ഞാൽ ബഹുമാന്യരായ മോഷ്ടാക്കൾ നമുക്ക് തന്ന അറിവുകൾ വളരെ വലുതാണ്. അടുത്ത സമയം വരെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ ആളുകൾക്കും ഈ ക്ലാഡിങ് എന്താ, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താ, ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും ശരി, ഈ ക്ലാഡിങ് എന്ന് പറയുമ്പോൾ, ഈ സ്വർണ്ണപ്പാളികൾ എന്ന് പറയുമ്പോൾ 0.03% mm കനത്തിലുള്ള പാളികളാണ്. എന്ന് പറഞ്ഞാൽ പേപ്പറിനേക്കാൾ കനം കുറഞ്ഞ സ്വർണ്ണപ്പാളികൾ വിഗ്രഹത്തെ പിടിപ്പിക്കുന്നതിനാണ് ഈ ക്ലാഡിങ് എന്ന് പറയുമ്പോൾ. അതിൽ മെർക്കുറി പുരട്ടി അതിൻ്റെ മുകളിൽ ഈ സ്വർണ്ണപ്പാളികൾ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ഹീറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചില പ്രോസസ്സൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ശരി, 7 ലെയർ സ്വർണ്ണപ്പാളികൾ ഈ വിഗ്രഹങ്ങളിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വിജയമാല്യ പറഞ്ഞനുസരിച്ചാണ്. വിജയമാല്യ 40 കിലോ സ്വർണ്ണവും കൊണ്ടാണ് അവിടെ വന്നത്. തിരിച്ചു പോരുന്നതിന് മുമ്പ് അദ്ദേഹം ബന്ധപ്പെട്ട ഈ കോൺട്രാക്ട് എടുത്ത ആളുകളോട് പറഞ്ഞു, ഒരു തരി സ്വർണ്ണം പോലും തിരിച്ച് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരണ്ട, അതൊക്കെ അയ്യപ്പന് വേണ്ടി കൊണ്ടുവന്നതാണ്, അതെല്ലാം ഇവിടെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടാണ് വിജയമാല്യ പടിയിറങ്ങിയത്. വിജയമാല്യ പടിയിറങ്ങി അങ്ങ് പോയി. പക്ഷേ 2019 പടി കയറി വേറൊരാൾ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു, ഇതെല്ലാം ഇളക്കിയേക്കാൻ പറഞ്ഞു. 7 ലെയറും ഇളക്കിയേക്കാൻ പറഞ്ഞു, സ്വർണ്ണപ്പാളികളെല്ലാം ഇളക്കിയേക്കാൻ പറഞ്ഞു. കേൾക്കാത്ത താമസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ബന്ധപ്പെട്ട ആളുകൾ അതെല്ലാം ഇളക്കി മാറ്റുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി ട്രാവൻകൂർ ദേവസ്വം ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ പോറ്റി പറഞ്ഞപ്പോൾ ഇതനുസരിച്ചു. എന്താണ് അനുസരിച്ചത്? അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ അമൈര ശിരസ്കൻ അരുൺകുമാർജി പറഞ്ഞതുപോലെ ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമല്ലേ എന്ന് വേണമെങ്കിലും നമുക്ക് സംശയിക്കാം. എന്തായാലും ശരി, ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ ഇളക്കി മാറ്റിയ തനി തങ്കപ്പാളികൾ അത് ബന്ധപ്പെട്ടവർ കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇതൊക്കെ ചെമ്പായിരുന്നതാണ്. അതായത് തനി തങ്കം ചെമ്പാക്കി മാറ്റാനുള്ള ഒരു സാങ്കേതിക വിദ്യ തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കറിയാം. പക്ഷേ അത് രഹസ്യമാണ്. അയ്യപ്പൻ്റെ മൂലമന്ത്രം പോലെ രഹസ്യമായൊരു കാര്യമാണ്. ഇത് വലിയൊരു സാങ്കേതിക വിദ്യ വേണം. അത് അവരുടെ കൈവശമുണ്ട്. അത് നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനിയും പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ സാങ്കേതിക വിദ്യ ചോർന്ന് കിട്ടിയേക്കാം. അതൊരു പ്രതീക്ഷ മാത്രമാണ്. പിന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ നിസ്സാരമായ കാര്യമാണ്. ആഭരണത്തിലൊക്കെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത ആഭരണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത ആഭരണങ്ങളാണ് നമ്മൾ ഈ മുക്കുപണ്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഈ മുക്കുപണ്ടം അത് നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്തൊക്കെ പറഞ്ഞാലും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ ഗവേഷണം ചെയ്തിട്ടുണ്ട്. അതിനെ അവരെ അഭിനന്ദിച്ചേ മതിയാവും. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിക്കും, മറ്റ് ദേവസ്വങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. അത് വെറും തെറ്റിദ്ധാരണയാണ്. എല്ലാ ദേവസ്വങ്ങളിലും മത്സരിച്ചുള്ള കൊള്ള നടക്കുന്നുണ്ട്. കാണിക്കയെന്ന് എടുക്കുമെങ്കിൽ അതല്ല വല്ല ഉരുപ്പടികളും മറിച്ച് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്, പ്രസാദത്തിൽ എന്തെങ്കിലും മായം ചേർത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇതെല്ലാം പരീക്ഷിക്കുന്നുണ്ട്. അതായത് കൊട്ടാരക്കര പ്രശസ്തമായ ഗണപതി ക്ഷേത്രത്തിലെ ഭക്തന്മാർ വന്ന് തൊഴുത് വളരെ ഭക്തിപൂർവ്വം നെറ്റിയിൽ ചാർത്തുന്നതാണ് ഗണപതി ഹോമത്തിൻ്റെ ഭാഗമായി കിട്ടുന്ന കറുത്ത പ്രസാദം. ഇവിടെ അറിയുന്നത് വളരെ കെമിക്കലാണ്. ഇതൊക്കെ കെമിക്കലായിരുന്നു കിട്ടിയിരുന്നത്. ഗണപതി ക്ഷേത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തൊട്ടടുത്ത് വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ മദ്യപിച്ചിട്ട് മദ്യക്കുപ്പികളും ഈ പ്രസാദവും ഒരുപോലെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിർമ്മിക്കുന്നതാണെന്നാണ്, അവിടെ ഇങ്ങനെ സാധനങ്ങൾ നിർമ്മിക്കുന്നതെന്ന് ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള മറ്റുദ്യോഗസ്ഥന്മാർ അറിയാതാണോ ചെയ്യുന്നത്? അവിടെ മേൽശാന്തിയും കീഴ്ശാന്തിയും എന്നൊക്കെ പറഞ്ഞ ആത്മാക്കളുണ്ടല്ലോ, അവരൊന്നും അറിയാതാണോ ഇത് നടക്കുന്നത്? ഇതെല്ലാവരും അറിഞ്ഞ് നടക്കുന്ന ഒരു കൊള്ളയുടെ ഭാഗം മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ശബരിമലയിൽ നമ്മൾ കണ്ടത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടന്ന കൊള്ളകളെക്കുറിച്ച് കാണാതെ പറയണമെങ്കിൽ കുറഞ്ഞ പക്ഷം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ IQ ഉണ്ടെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയാം. ഹരിപ്പാട് ക്ഷേത്രത്തിൽ, ഇതൊക്കെ പല സുഹൃത്തുക്കളും വിളിച്ച് പറയുന്നതാണ്, ഹരിപ്പാട് ക്ഷേത്രത്തിൽ മഹാരാജാവിൻ്റെ കാലത്ത് ചുറ്റുവിളക്കുകൾ സ്ഥാപിച്ചിരുന്നു.
ഈ ചുറ്റുവിളക്കുകളെല്ലാം തനി പഞ്ചലോഹം കൊണ്ടുണ്ടാക്കിയ ചുറ്റുവിളക്കുകളായിരുന്നു. ഒരുപാട് ക്ഷേത്രം പിന്നെ തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ക്ഷേത്രമാണ്, വലിയ സ്വത്തുക്കളുള്ള ക്ഷേത്രമാണ്. അതിലെ ചുറ്റുവിളക്കുകൾ പിച്ചള കൊണ്ടുള്ളതായിരുന്നു. ഇത് റിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ അഴിച്ചു കൊണ്ടുപോയി. തിരിച്ച് വന്നപ്പോൾ ഈ ചുറ്റുവിളക്ക് പഞ്ചലോഹം മാറി പിത്തളയായി. അപ്പോൾ പഞ്ചലോഹത്തിനെ എങ്ങനെ പിത്തളയാക്കാം എന്നുള്ളതൊരു സാങ്കേതിക വിദ്യ. ആ സാങ്കേതിക വിദ്യയുടെ പേറ്റൻ്റ് എടുത്തിരിക്കുന്നത് ഈ ഹരിപ്പാട് ദേവസ്വത്തിലെ ദേവസ്വം പിള്ളമാരാണ്. അവരോട് ചോദിച്ചെങ്കിൽ നമുക്കത് അറിയാനൊക്കത്തുള്ളൂ. അവരതത്ര പെട്ടെന്ന് വിട്ടുതരാനുള്ള സാധ്യത കുറവാണ്. ഒരിക്കൽ ഞാൻ എൻ്റെ ബഹുമാന്യനായ ഏറ്റവും ബഹുമാനത്തോടെ ഞാൻ കാണുന്ന ഡോക്ടർ എം ജി ശശിഭൂഷണുമായിട്ടും അമ്പലപ്പുഴ അമ്പലത്തിൽ പോയപ്പോൾ അദ്ദേഹം കൗതുകപൂർവ്വം എന്നോട് പറഞ്ഞു, അമ്പലപ്പുഴ കണ്ണൻ്റെ കഴുത്തിൽ ചാർത്തിയിരിക്കുന്ന ലോക്കറ്റ് വളരെ ചെറിയൊരു ലോക്കറ്റാണ്, അതിൻ്റെ ഇപ്പോഴത്തെ ആൻറ്റിക് വാല്യൂ ഏതാണ്ട് 1 കോടി രൂപ വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പോൾ ആ ലോക്കറ്റ് ഉണ്ടോ അതോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോളമൻ രാജാവിൻ്റെ കാലഘട്ടത്തിലെ നാണയമാണ് ലോക്കറ്റായിട്ട് ഇട്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, അതിൻ്റെ ആൻറ്റിക് വാല്യൂ ആണ് അത് പറഞ്ഞത്. അത് എത്രമാത്രം ശരിയാണ്, അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷൻ ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ഓരോ അമ്പലങ്ങളും നടക്കുന്നത്. അത് ആറന്മുള അമ്പലമായാലും ശരി, അതല്ല വൈക്കം ക്ഷേത്രമായാലും ശരി, അല്ലെങ്കിൽ മലയാലപ്പുഴ ക്ഷേത്രമായാലും ശരി, കൊട്ടാരക്കര ക്ഷേത്രമായാലും ശരി, ഇവിടെയെല്ലാം മത്സരിച്ച് ഈ ജീവനക്കാർ കൃത്യമായി കൊള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് അവർ വെട്ടി നടത്തുന്നത്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഉയർന്ന ലെവലിലായിരിക്കാം, താഴത്തെ കഴകക്കാരന് അവന് പറ്റുന്ന പോലെ. എങ്ങനെ ഇതിനകത്തുനിന്ന് മാറി നിൽക്കുന്ന ചില ആളുകളുണ്ട്, തീർച്ചയായിട്ടും ഈശ്വരവിശ്വാസികളായ ചില ആളുകൾ മാറി നിൽക്കുന്നുണ്ട്. ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥിതി. ഇനി നമുക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് വരാം. കൊച്ചിൻ ദേവസ്വം ബോർഡ് വളരെ ചെറുതാണ്, പക്ഷേ മോഷണം വളരെ വലുതാണ്. ദേവസ്വം ചെറുതാണെങ്കിലും മോഷണം വലുതാണ്. തൃപ്പൂണിത്തറ പുണ്ണത്രയീശ ക്ഷേത്രത്തിൽ 150 വർഷം പഴക്കമുള്ള രാജമുദ്ര പതിപ്പിച്ച നെറ്റിപ്പട്ടം ഉരുക്കി വിറ്റ് പുട്ടടിച്ചു. അതാണ് കൊച്ചിൻ ദേവസ്വം ചെയ്ത സേവനം. ഇനി മലബാർ ദേവസ്വത്തിലേക്ക് പോകാം. മലബാർ ദേവസ്വം വളരെ ചെറിയ ദേവസ്വമാണ്. അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി ദേവസ്വം ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മലബാർ ദേവസ്വത്തിൻ്റെ ഒരു സ്ഥിതി. പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെറിയ വരുമാനമല്ലേ ഉള്ളൂ. അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നുള്ളൊരു ആപ്തവാക്യമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ബാലുശ്ശേരി കോട്ടയിലൊരു ക്ഷേത്രമുണ്ട്, വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ അവിടെ സൂക്ഷിച്ചിരുന്ന 20 പവൻ്റെ ആഭരണം, ഒരുപക്ഷെ തിരുവാഭരണമായിരിക്കാം, 20 പവൻ്റെ ആഭരണം അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹമാണ് നേരിട്ടെടുത്തുകൊണ്ട് പോയി ഭാര്യയുടെ തിരുവാഭരണമാക്കി മാറ്റി. എത്ര സ്നേഹമുള്ള ഭർത്താവാണ്. അപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ ദേവസ്വം ബോർഡിലെ ജോലി വേണ്ടെന്ന് പറയുകയില്ല. അപ്പോൾ അതാണ് നമുക്ക് മലബാർ ദേവസ്വം തരുന്ന ഒരു പാഠം. ഇവിടെ പണ്ട് തിരുവിതാംകൂറിൽ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ചെയ്തിട്ടുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട്. അവിടെ ആവശ്യമുള്ള പണം എടുത്തിട്ട് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കും. സർക്കാരിലേക്ക് ആവശ്യമായ ഖജനാവിൽ പണം വന്നു കഴിയുമ്പോൾ ഈ പണം അതുപോലെ തന്നെ കൊണ്ടുപോയി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെക്കുകയും ചെയ്യും. അല്ലാതെ അവരൊരു രൂപ പോലും ദുരുപയോഗപ്പെടുത്തുകയല്ല. ഇതിൽ നിന്ന് ആവേശം കൊണ്ട ഈ നമ്മുടെ തിരുവിതാംകൂർ, മലബാർ, കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ, ഓരോ ബോർഡ് മെമ്പർമാരും എല്ലാവരും കൂടെ ചേർന്നാണ്. അവർക്ക് ധനമോഹം വരുമ്പോൾ ഈ സ്വത്തുക്കൾ, സ്വർണവും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അവർ അമ്പലത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. പക്ഷേ മോഹമുക്തി വരുന്നില്ല, മോഹം തീരുന്നില്ല. മോഹം തീരാതെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവെക്കുന്നത്? രാജാവിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തീർന്നപ്പോൾ തിരുവിതാംകൂർ രാജാവ് സ്വർണം അല്ലെങ്കിൽ അവിടുന്ന് വില പിടിപ്പിച്ച വസ്തുക്കൾ, അവിടുത്തെ നാണയങ്ങൾ അതവിടെ കൊണ്ട് തിരിച്ചു വെച്ചു. പക്ഷേ നമ്മുടെ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് സ്വർണത്തോടെ അല്ലെങ്കിൽ സമ്പത്തിനോടെ മോഹം തോന്നി അവരെടുത്തുകൊണ്ട് പോയി. മോഹമുക്തി വരാത്തത് കൊണ്ട് അവർ തിരിച്ചു കൊണ്ടുവച്ചില്ല, അത്രയേ ഉള്ളൂ. അതിനകത്ത് അത് വളരെ നൈസർഗികമായ ഒരു കാര്യമല്ലേ. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ആദ്യം കേരളത്തിലെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചത് ഹൈദരാലിയും ടിപ്പു സുൽത്താനുമാണ്. പിന്നീട് വന്നത് പോർച്ചുഗീസുകാരാണ്. അവരും ക്ഷേത്രം തകർത്തു, ക്ഷേത്രം കൊള്ളയടിച്ചു. ബ്രിട്ടീഷുകാരുടെ കാലം വന്നപ്പോൾ അവർ ക്ഷേത്രം കൊള്ളയടിക്കാൻ പോയില്ല, മറിച്ച് ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ അവരടിച്ചുകൊണ്ട് പോയി. ക്ഷേത്രത്തിലേക്ക് അവർ കയറിയില്ല, അവിടെ നിന്നുള്ള വരുമാനം കൊണ്ടുപോയി. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ഇന്ന് ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്, മത്സരിച്ച് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് 3 ദേവസ്വം ബോർഡുകളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡ്. ഇവിടെ
നമ്മൾ ഭക്തജനങ്ങൾ വളരെ നിസ്സഹായരായ കാഴ്ചക്കാർ മാത്രമാണ്. എനിക്കിവിടെ സർക്കാരിനോട് ആണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതായത് ഞങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ്, നിങ്ങൾ ഈ ഭരിക്കുന്ന ആളുകൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ തന്നെയാണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ. ഞങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളെ നിയന്ത്രിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന മൗനാനുവാദം, അതുപോലെ നിങ്ങളുടെ പേട്രണേജ്, ഇതില്ലാതെ ഈ മോഷണം ഒരു ദേവസ്വത്തിലും നടക്കില്ല എന്നത് വളരെ പകലുപോലെ സത്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ദേവസ്വം ബോർഡുകളിലെ ഒന്നും മോഷണം തടയുക അസാധ്യമാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്ര സാമർഥ്യത്തോടുകൂടി ബിരുദോടുകൂടി ഈ മോഷണം നടത്തുന്ന നല്ല മോഷ്ടാക്കളെ നിങ്ങൾ നിയമിച്ച മോഷ്ടാക്കളാണ്. അത് മോഷ്ടാക്കളുണ്ട്, തിരുവിതാംകൂർ അല്ലെങ്കിൽ ട്രാവൻകൂർ കൊച്ചിനും അത് പിന്നെ മലബാറിലെയും ഒക്കെ ദേവസ്വം ബോർഡുകളുമുണ്ട്. അപ്പോൾ നിങ്ങൾ നിയമിച്ച ആളുകളാണ് ഇവരെല്ലാം, ദേവസ്വം ബോർഡായാലും ശരി ഉദ്യോഗസ്ഥന്മാരായാലും ശരി. നിങ്ങൾ നിയമിച്ച ആളുകൾ ഈ മോഷണം നടത്തുമ്പോൾ ഈ മോഷ്ടാക്കൾ അവർ മണ്ടന്മാരല്ല, അവർ വളരെ മിടുക്കന്മാരാണ്. പോലീസ് കേസ് അന്വേഷിച്ച് ചെന്നാലും അന്വേഷിച്ച് കേസ് അന്വേഷണം ഒരു പരിധിക്കപ്പുറം പോകാത്ത വിധത്തിൽ ആവശ്യമായ രേഖകൾ നശിപ്പിക്കാനോ സൂക്ഷിക്കാതിരിക്കാനോ ഒക്കെ നല്ല സാങ്കേതികവിദ്യ നേടിയ ആളുകളാണ്. അവരെ ശിക്ഷിക്കുക അത്ര എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരണത്തിൽ നമുക്കവരെ ചെയ്യാൻ പറ്റുന്നത്, സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് 3 പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കണം എന്നാണ് സർക്കാരിനോടുള്ള എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഈ കാണിക്ക വഞ്ചിയിൽ നിന്ന് ചില്ലറയൊക്കെ മോഷ്ടിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഈ വഴിപാടിലൊക്കെ ചില കള്ളത്തരമൊക്കെ കാണിക്കുന്ന ആളുകളുണ്ട്. തങ്ങളാൽ അറിയാവുന്ന ചില കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന കീഴ് ജീവനക്കാർ, കഴകക്കാർ, പിന്നെ വാദ്യമേളത്തിനൊക്കെ പിന്നെ കുറേ പാവപ്പെട്ട ആളുകളുണ്ട്. എല്ലാവരും അല്ലിത്. അപ്പോൾ അത്തരം ഈ ചെറു മോഷണം നടത്തുന്ന ആളുകളുണ്ട്. അതായത് കാണിക്ക വഞ്ചിയിൽ നിന്ന് കൈയിട്ട് വരിക, പിന്നെ പ്രസാദം കൊടുക്കുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചില്ലറ വാങ്ങിക്കുക, അതൊക്കെ പൊതുവെ കീഴ് ജീവനക്കാർ ചെയ്യുന്നതാണ്. അവർക്ക് ഈ തസ്കരശ്രീ അവാർഡ് കൊടുത്ത് നമുക്കവരെ ആദരിക്കാം. എക്സിക്യൂട്ടീവ് ലെവലുള്ള ഓഫീസർമാർ വിചാരിച്ചെങ്കിൽ ഈ തിരുവാഭരണം അടിച്ചു മാറ്റാനും സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകാനും പറ്റുള്ളൂ. അവർക്ക് കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയതാണ്ട് അവർക്ക് തസ്കരഭൂഷൺ അവാർഡ് കൊടുക്കാം. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ദേവസ്വം ബോർഡിന് ഒരു പ്രസിഡൻ്റുണ്ട്, മെമ്പർമാരുണ്ട്. ഇവരൊന്നും അറിയാതെ ഈ മോഷണം നടത്തുക അത്ര എളുപ്പമല്ല. അവരറിയാതാണ് ഈ മോഷണം നടക്കുന്നതെങ്കിൽ അവരെ പിന്നെ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ആളുകളാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും നമ്മുടെ രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുക്കുന്ന കള്ളന് കഞ്ഞിവെച്ച ഇത്തരം ആളുകളൊന്നും ബുദ്ധിപരമായ വെല്ലുവിളിയൊന്നും നേരിടുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏറ്റവും സമർത്ഥന്മാരായ, അത് ദേവസ്വം ബോർഡിലെ പിന്നെ ഭരണാധികാരികളാകട്ടെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ ആരുമാകട്ടെ, അവർക്ക് തസ്കര രത്ന അവാർഡ് കൊടുത്ത് നമ്മൾ ബഹുമാനിക്കണം അവരെ. അങ്ങനെ ബഹുമാനിച്ചു കഴിയുമ്പോൾ ഈ കാര്യത്തിൽ, മോഷണത്തിൻ്റെ കാര്യത്തിൽ ആരൊക്കെയാണ് മോഷ്ടിക്കുന്നത്, എത്ര ഗംഭീരമായിട്ടാണ് അവർ മോഷ്ടിച്ചിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തടയാൻ പറ്റാത്തത് കൊണ്ട് കുറഞ്ഞ വർഷം ഈ 3 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് അവർക്ക് ആവശ്യമുള്ള പ്രോത്സാഹനം കൊടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം ഞാൻ ബഹുമാന്യരായ പ്രേക്ഷകരോട് പറയുന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ദേവസ്വം ബോർഡിലെ ജീവനക്കാരെല്ലാം അഴിമതിക്കാരാണ് എന്നല്ല. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരും മെമ്പർമാരായിരുന്നവരെല്ലാം അഴിമതിക്കാരാണ് എന്നല്ല. അത്തരം അല്ലാത്ത ആളുകളെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. തീർച്ചയായിട്ടും അത്തരം ആളുകളുണ്ട്. ദയവായിട്ട് അവരെ എന്നോട് ക്ഷമിക്കുക. ഇത് ഞാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. 1 രൂപ പോലും കൈക്കൂലി വാങ്ങിക്കാത്ത സംശുദ്ധമായ വ്യക്തിജീവിതം പുലർത്തിയ ഒട്ടേറെ ആളുകൾ 3 ദേവസ്വത്തിൽ ഇരുന്നിട്ടുണ്ട്. നല്ല ഒന്നാന്തര ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. വളരെ സംശുദ്ധമായ പൊതുജീവിതം നയിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരും മെമ്പർമാരുമുണ്ട്. നല്ല ഒന്നാന്തര ഉദ്യോഗസ്ഥന്മാരുണ്ട്. 1 രൂപ പോലും അമ്പലത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ ഈ അമ്പലങ്ങളിൽ കൊള്ള നടത്തുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അവരെ നമുക്ക് ആദരിക്കാനുള്ള ചുമതലയാണ് അവരെ നിയമിച്ച സർക്കാർ ഏറ്റെടുക്കേണ്ടത്, അവരെ സംരക്ഷിച്ച സർക്കാർ ഏറ്റെടുക്കേണ്ടത്. അത് ഏത് സർക്കാരായാലും ശരി, UDF സർക്കാരായാലും ശരി, LDF സർക്കാരായാലും തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. പിന്നെ ഇതെല്ലാം വായിച്ചപ്പോൾ എനിക്കൊരൊറ്റ പ്രാർത്ഥനയെ തോന്നിയുള്ളൂ. നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഒരു ഭക്തൻ എന്ന നിലയിൽ, എനിക്ക് ഒരു ഈശ്വരവിശ്വാസി എന്ന നിലയിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. പ്രേക്ഷകരും എന്നെപ്പോലെ നിസ്സഹായരാണ്. നമുക്ക് ഒരു കാര്യമേ പ്രാർത്ഥിക്കാൻ കഴിയൂ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിലെ ആദ്യത്തെ വരി, ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. ദൈവം കാത്തുരക്ഷിക്കട്ടെ, ദൈവം കാത്തുരക്ഷിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ
ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.